ഞാൻ ഈ മിമിക്രിയുടെ കേസിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ല ഇപ്പോഴും ചെയ്യാൻ, പുതിയത് പഠിച്ച് ചെയ്യാനൊക്കെ പറ്റും, പുതിയ ഐറ്റംസ് ഒക്കെ ചെയ്യാനുള്ള നമുക്ക് പറ്റും, നമ്മൾ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊരു വോയിസ് രജിസ്റ്റർ ആയി പോയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. പേടിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയും. രാഷ്ട്രീയത്തിനെ എടുത്ത് പറയാൻ പറ്റും, മതത്തിനെ തൊട്ട് കളിക്കാൻ പറ്റും, ഒരു പ്രൊഫഷൻ ഏതെങ്കിലും ഒരു തൊഴിലിനെ എടുത്ത് വെക്കാൻ പറ്റും. നമ്മൾ തന്നെ എങ്ങനെ ഹ്യൂമർ, ഒരു ആക്ടർ പറയുന്ന ഡയലോഗ് ആണെങ്കിൽ പോലും അതും ചിന്തിക്കും. എല്ലായിടത്തും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലിനെ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും നമ്മൾ തമാശ പറഞ്ഞു എല്ലാത്തിനെയും പറയില്ലേ. ഇപ്പോൾ പോലീസുകാരെ കളിയാക്കി എന്തോരം സ്കിറ്റുകൾ വന്നിട്ടുണ്ട്, ഡോക്ടർമാരെ കളിയാക്കി എന്തോരം സ്കിറ്റുകളുണ്ട്, വക്കീലന്മാരെ കളിയാക്കി എന്തോരം സ്കിറ്റുകൾ ചെയ്യുന്നു, ഇപ്പം മതപണ്ഡിതന്മാരെയൊക്കെ കളിയാക്കിയിട്ടൊക്കെ കളിയാക്കിയല്ല വിമർശിച്ചുകൊണ്ടുള്ള സ്കിറ്റുകൾ വന്നിട്ടില്ലേ. പക്ഷേ ഇപ്പം നമ്മളത് ആലോചിക്കണം, അത് ഭയങ്കരമായിട്ട് അതിനെ. കോട്ടയം നസീർ പറയുന്നത് കേട്ടില്ലേ? നമ്മൾ ശാസ്ത്രീയമായും സാങ്കേതികമായും ഒക്കെ വളരുമ്പോൾ, സാമ്പത്തികമായും ഒക്കെ വളരുമ്പോൾ സാംസ്കാരികമായി അല്ലെങ്കിൽ വൈകാരികമായി മുരടിച്ച് പോകുന്നു എന്ന് തോന്നുന്നു. ഈ കലാരൂപങ്ങളിലൂടെയൊക്കെ സാമൂഹിക വിമർശനം നടത്തുക എന്നത് നമ്മുടെ ഒരു രീതിയായിരുന്നു. ചാക്യാർ കൂത്തിലൂടെ രാജാവിനെ വരെ വിമർശിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ആക്ഷേപഹാസ്യ കലയാണല്ലോ മിമിക്രി. മിമിക്രിയിലൂടെയും സ്കിറ്റുകളിലൂടെയൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയ വിമർശവും മതവിമർശമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പേടിയാണ് എന്നാണ്. പ്രത്യേകിച്ച് ഈ മതവിമർശമൊന്നും തീരെ പാടില്ല എന്നായിരിക്കുന്നു. ആരെയാണ് ഈ ഭയക്കുന്നത്? ഇപ്പോൾ മതത്തെയൊക്കെ വിമർശിച്ചാൽ ഇല്ലാതായി പോകുന്നതാണ് ഈ മതമെങ്കിൽ അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ ദൈവത്തെയൊക്കെ സംരക്ഷിക്കാനാണ് ഇവിടെ ഇപ്പോൾ മനുഷ്യർ നടക്കുന്നത്. നിർമാല്യം എന്ന സിനിമ ഇപ്പോഴാണെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് മുൻപൊരിക്കൽ MT തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കലകളോടൊക്കെയുള്ള ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഒരു ഫാസിസത്തിൻ്റെ രീതിയാണ്. ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും മതമൊക്കെ, പ്രത്യേകിച്ച് മതം ഒരു ഫാസിസ്റ്റ് രീതിയായി മാറുന്നുവോ എന്ന് നാം ഭയക്കേണ്ടതുണ്ട്.